ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണം കാബൂളിൽ നടന്നത് കണ്ടു. അതിനുശേഷം പാകിസ്ഥാനിലേക്ക് താലിബാൻ ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അവരുടെ 27 സൈനിക പോസ്റ്റുകൾ തകർത്തു, 7 പ്രവിശ്യകൾ താലിബാൻ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഈ താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന താലിബാൻ മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ അവര് കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ആയുധങ്ങൾ അവരുടെ നാട്ടിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. അതില് 12 അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കാബൂളിനെ ഒരു അസ്ഥിരമാക്കി നിർത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പാകിസ്ഥാൻ നിരന്തരം അങ്ങോട്ടേക്ക് വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോ ചമൻ എന്ന് പറയുന്ന പ്രദേശത്ത് അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഇപ്പൊ പാകിസ്ഥാൻ വലിയൊരു വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. നിരന്തരം ഇങ്ങനെ വ്യോമാക്രമണങ്ങൾ ഈ അഫ്ഗാനിലേക്ക് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ നമ്മൾ ഈ വ്യോമാക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ ഇത് റിലീജിയസ് ആൻഡ് റബലിയൻ ഇഷ്യൂ ആയിരിക്കുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലേക്ക് നമ്മൾ ജഗഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് റിലീജിയസ് ആൻഡ് റബലിയൻ ഇഷ്യൂ അല്ല. ഇത് യഥാർത്ഥത്തിൽ റൂട്ട്സിനും റിസോഴ്സസിനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അഫ്ഗാനിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് നിർത്തേണ്ട ഒരു ആവശ്യം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് അമേരിക്ക അറിയാതെ ഈ വ്യോമാക്രമണങ്ങളൊന്നും അവിടെ നടക്കില്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായി പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. അത് കിട്ടിയിട്ട് പോലും പാകിസ്ഥാൻ തിരിച്ച് വ്യോമാക്രമണം നടത്തണമെങ്കിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ ഉദ്ദേശം? അഫ്ഗാനിസ്ഥാൻ ഇതിനെ ഇനി എങ്ങനെ നേരിടും? ഇപ്പോ നിലവില് ട്രംപ് ഇതുവരെ യുദ്ധങ്ങൾ 8 9 ഒക്കെ നിർത്തിയെന്നാണ്. അതൊന്നും ഒരു യുദ്ധങ്ങളായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന അങ്ങനെയല്ല. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ്. അതിലേക്ക് അമേരിക്ക കൂടി എത്തപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റു യുദ്ധങ്ങളിലൊക്കെ ട്രംപ് പറയുന്നതേ ഉള്ളായിരുന്നു. കംബോഡിയയുടെ പ്രശ്നമായാലും ഈജിപ്തിന്റെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായാലും ഒക്കെ അമേരിക്ക നേരിട്ട് ഇറങ്ങി കളിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു. യുദ്ധം ചെയ്യാതിരുന്ന അസർബൈജാനെയും അർമേനിയക്കാരെയും കൂട്ടിമുട്ടിച്ചൊരു കരാറൊക്കെ പുള്ളി ഒപ്പിച്ചെടുത്തു. അങ്ങനെയാണ് ഈ 8 9 യുദ്ധം എന്ന് പറയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും അന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇനി ഞങ്ങളിപ്പോൾ ഖത്തറും ഇറാനും സൗദിയും ഒക്കെ പറഞ്ഞതിന് പ്രകാരം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇത് നിർത്തുകയാണ്. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ ഇനി വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം കരുതി ഒരു തൽക്കാലത്തേക്ക് ഒരു ശമനം ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ചമാൻ അതിർത്തി കടന്നിട്ട് അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ ബോൾഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പാകിസ്ഥാൻ ഒരു വ്യോമാക്രമണം നടത്തി. സ്പിൻ ബോൾഡാക്കിൽ അവിടെ 12 അഫ്ഗാൻ സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സിവിലിയന്മാർ വാറിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയ പ്രശ്നമാണത്. കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു കാണ്ഡഹാറിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. ഷൊറാബാഗ് ജില്ലയ്ക്ക് സമീപമായിരുന്നു വലിയ ഏറ്റുമുട്ടൽ. അതിപ്പോഴും തുടരുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു. ഒപ്പം തന്നെ ബഹ്റാംജ ജില്ലയിലും 7 ഇടങ്ങളിലായിട്ട് ഇപ്പോഴും വെടിവെപ്പ് തുടരുന്നു. ഇവിടെ 10ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയും വരുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത വരുന്നത്, അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകൾ, അവർക്ക് കവചിത വാഹനങ്ങളുണ്ട്. പണ്ട് റഷ്യയൊക്കെ അവിടെ ഇൻവേഷൻ നടത്തിയ സമയത്ത് അവര് ഉപേക്ഷിച്ച് അവരുടെ ടാങ്കുകളും മറ്റുമൊക്കെ ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകള് പാകിസ്ഥാനിലെ മണ്ണിലേക്ക് കടന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി 2 പക്ഷത്തും ഈ കരസേന വലിയ യുദ്ധസജ്ജമായ സാഹചര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടേക്കാണ് എന്തുകൊണ്ട് ഈ ഒരു സമാധാനത്തിൽ പോയത്. ഇപ്പൊ 2 കൂട്ടരും 1 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ 1 ദിവസത്തേക്കൊക്കെ വെടിനിർത്തൽ വെച്ചിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ഇന്നലെ മുതൽ ആക്രമണം തുടങ്ങിയത്, ഇന്നൊരു വ്യോമാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അമേരിക്കയാണ്. സൗദിയുടെ മറപറ്റി അമേരിക്ക എത്തുകയാണ്. അതായത് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ പാകിസ്ഥാൻ സൗദി, നമ്മൾ കളിയാക്കിയിട്ട് അറബ് നാറ്റോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇത് അറബ് നാറ്റോ അല്ല. ഇതിനകത്ത് ഒരു വലിയ ഒരു പാക് നാറ്റോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു പാക് നാറ്റോ അല്ല ഇത്. കാരണം അതായത് സൗദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക ഈ ഏഷ്യൻ കൺട്രീസിൽ നടത്തുന്ന ഒരു നിഴൽയുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ സൗദിയുടെ പേരിൽ എത്തുന്നത് ഇനി ഇവർക്ക് സഹായവുമായി എത്തുന്നത് അമേരിക്ക തന്നെ ആയിരിക്കും. കാരണം അമേരിക്ക അതിന് പിന്നിൽ നിന്നുകൊണ്ട് സൗദിയെ കൊണ്ട് കൂടുതൽ ആയുധങ്ങളും മറ്റുമൊക്കെ പാകിസ്ഥാന് കൊടുപ്പിക്കാനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഉക്രൈനിൽ ഇപ്പോൾ മിസൈലുകളും മറ്റുമൊക്കെ എത്തിക്കുന്നത് അമേരിക്കയാണ്. കൂടുതൽ മിസൈലുകൾ എത്തിക്കാൻ പോകും. ഇപ്പൊ അത് പരസ്യമായി. ഇവിടെയും അതിന് സമാനമായ സാഹചര്യം. അതായത് ഏഷ്യയിലേക്ക് ഞങ്ങൾ നേരിട്ട് വരുന്നില്ല. കാരണം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെയും ചില ശക്തികളുണ്ട്. മറ്റു രാജ്യങ്ങളിൽ പോകുന്ന കണക്കല്ല, ചൈനയും ഇന്ത്യയും കിടക്കുള്ള വലിയ ശക്തികളുണ്ട്. അപ്പുറത്ത് റഷ്യയും നിപ്പുണ്ട്. അപ്പൊ അവർക്ക് നേരിട്ട് വരിക എന്ന് പറഞ്ഞാൽ പഴയതുപോലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ വന്ന് പണ്ട് ഇവർ അടിച്ചിട്ട് പോയതുപോലെ അല്ലെങ്കിൽ അവിടെയൊക്കെ കയറി നിറങ്ങിയിട്ട് പോയതുപോലെ ഇനി വരാൻ പറ്റില്ല. ഇനി അവർക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു
ആ ലോകക്രമം അല്ല ഇപ്പോൾ ഉള്ളത്. 20 കൊല്ലം മുമ്പുള്ള കഥയായിരുന്നു. അപ്പോ 20 കൊല്ലം മുമ്പാണ് അവർ ഇൻവേഷൻ നടത്തിയത്. പിന്നെ ട്രംപ് കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് അവിടുന്ന് അവർ 2021 അവര് അവിടുന്ന് കംപ്ലീറ്റ് എല്ലാവരും പോയതൊക്കെ 2021. അതിനു മുമ്പ് 2000 ആ ഒരു സമയത്താണ് 99 2000 അവരുടെ ട്രൂപ്പുകളൊക്കെ വന്നത്. ഇനിയിപ്പോ അതിന് സ്കോപ്പില്ല. ഇനിയിപ്പോ അമേരിക്കക്ക് വന്നിറങ്ങാനല്ല, അവർ ഓൾറെഡി ഉണ്ട് പാകിസ്ഥാനിൽ. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളെല്ലാം തന്നെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ പട്ടാളക്കാർ അവിടെ ഉണ്ട്. നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വാർത്ത ഈ ചാനലിൽ നൽകിയിരുന്നു. അന്ന് അമേരിക്ക അവരുടെ കവചിത വാഹനങ്ങളും മറ്റുമൊക്കെ വലിയ ഈ കാർഗോ വിമാനങ്ങളിൽ കൊണ്ടിറക്കുന്നതും അങ്ങോട്ടേക്ക് പാക് സൈനിക മേധാവികൾക്ക് പോലും പ്രവേശനമില്ലാത്തതൊക്കെ നമ്മൾ അന്ന് അതിന്റെ തലക്കെട്ട് കൊടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിർത്തിയിൽ വൻ സൈനിക വിന്യാസം, ടാങ്കുകൾ ഉരുളുന്നു അതിർത്തിയിൽ എന്ന് പറഞ്ഞിട്ട്. അമേരിക്ക അന്നേ തന്നെ ടാങ്കുകളും മറ്റുമൊക്കെ പാകിസ്ഥാനിൽ എത്തിച്ചിരുന്നു. അപ്പം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് വരാനും എന്തും ചെയ്യാനും പറ്റുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ്. പക്ഷേ ഈ അമേരിക്ക ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ആയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ, ചൈന കണക്കുള്ള രാജ്യങ്ങൾ അത് അമേരിക്കയെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കാൻ ഇപ്പൊ കഴിയും. കാരണം പഴയതുപോലെയല്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ദുർബല രാജ്യമല്ല ഇന്ന്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ ഫൈനാൻഷ്യലി പണസംബന്ധമായി സഹായിക്കും, സാങ്കേതിക വിദ്യകൾ സഹായിക്കും. കാരണം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസമൊക്കെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചത് ചൈനയുടെ ഡ്രോൺ കൊണ്ടാണ്. ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാന് പണം നൽകുന്നതെന്ന് പറയുന്നു. അതെ, ഈ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നോക്കുമ്പോഴേ ചേട്ടാ, ഈ പാകിസ്ഥാന്റെ പിറകിൽ കൃത്യമായി പാകിസ്ഥാനെ അമേരിക്കയുടെ പ്രോക്സി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാന് പിന്തുണ കൊടുക്കുന്നത് RIC ആണ്. അതായത് റഷ്യ പിന്തുണ കൊടുക്കുന്നു, ഇന്ത്യ പിന്തുണ കൊടുക്കുന്നു, ചൈന പിന്തുണ കൊടുക്കുന്നു. ഈ 3 രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് അമേരിക്ക മാത്രമാണ്. അപ്പൊ ആ ഒരു റേഷ്യോ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ടാണ് നിരന്തരം ആക്രമിക്കപ്പെടുന്നതെന്നും പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതെന്നും നമുക്ക് ആ ഒരു റേഷ്യോ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അമേരിക്കയ്ക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ചൈനയെ ഒതുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ. കാരണം ഇപ്പോൾ അവരുടെ ഒരു ബന്ധം ഭയങ്കരമായി വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നത്. രണ്ടാമത്തെ, ബലൂചിസ്ഥാൻ മേഖലയിലും അഫ്ഗാനിസ്ഥാൻ മേഖലയിലുള്ള ഈ റെയർ മെറ്റൽസ്, കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ റെയർ മെറ്റൽസ് ഇല്ലാതെ 1 ഇഞ്ച് മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അഫ്ഗാൻ മണ്ണിലുണ്ട്. അതിനാണ് ഇവർ ഈ ബാങ്ക്ര വ്യോമത്താവളം പിടിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ബലൂചിസ്ഥാനും സേഫ് ആകും, ബഗ്രാം പിടിക്കുമ്പോഴും ബലൂചിസ്ഥാനും സേഫ് ആകും. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലുള്ള ധാതുക്കളും ഇവർക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റും. ബലൂചിസ്ഥാനിൽ ഓൾറെഡി അമേരിക്കൻ കമ്പനികൾക്ക് പാകിസ്ഥാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഖനനം ചെയ്തോളാം. പക്ഷെ ഇത് അവിടെയാണ് ചൈനയായിട്ട് ഉടക്കാണ്ടി വന്ന ഒരു വിഷയം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം പഴയ അഫ്ഗാനിസ്ഥാൻ അല്ലാന്ന് നമ്മൾ പറയാൻ കാരണം, ഇന്നിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങളടക്കം യുദ്ധത്തിന് വേണ്ട സഹായങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ നൽകിയേക്കാം, ഇല്ലെ ചൈന നൽകിയേക്കാം, ഇല്ല റഷ്യ നൽകിയേക്കാം. മുമ്പ് ഇതൊന്നും ഇല്ലാതാണ് ഈ താലിബാനും ഈ അമേരിക്കൻസും തമ്മിൽ പോരാടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ യുദ്ധമായിരുന്നു, ഗറില്ല യുദ്ധവും. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വാറുകളാണെങ്കിൽ ഇപ്പോഴതല്ല, കുറച്ചുകൂടി സേഫായിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകാൻ ഇന്നിപ്പോ ഇന്ത്യക്ക് കപ്പാസിറ്റി ഉള്ള രാജ്യമാണ്. അതുപോലെ ചൈനയ്ക്ക് നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് വലിയ മേൽക്കൈ കിട്ടും. അത് മാത്രമല്ല, അഫ്ഗാന്റെ കരസൈന്യം അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു കരസൈന്യം കൂടിയാണ്. അവർക്ക് വ്യോമസേനയൊന്നും അത്ര ശക്തമല്ല, നാവിക പടയൊന്നും അവർക്ക് ശക്തമായിട്ട് ഇല്ല എങ്കിൽ പോലും ഈ ഒരു ഇതിൽ നടത്താൻ പറ്റും. പിന്നെ നമ്മളുടെ ഇപ്പൊ ഇന്ത്യയെക്കാളും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് അഫ്ഗാനിസ്ഥാനുണ്ട്. കാരണം ഇന്ത്യക്ക് ഒരു അതിർത്തി നിന്ന് വേണം അടിക്കാനുണ്ട്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പ്രോക്സികൾ ഒരുപാട് പേര് പാകിസ്ഥാനിലുണ്ട്. തെഹ്രീക്ക് താലിബാനുണ്ട്, TLP ഉണ്ട്, വേണമെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്. അങ്ങനെ ആരെ വേണമെങ്കിലും ഈ അഫ്ഗാനിസ്ഥാൻ സുന്ദരമായിട്ട് പാകിസ്ഥാനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇത് പാകിസ്ഥാനെ കുറച്ചുകൂടി ക്ഷീണിപ്പിക്കും. സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു നേർക്കുനേർ. ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ചില ഭീകര സംഘടനകൾ ഇവിടെ ചില പ്രവിശ്യകൾ പിടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ പട്ടാളത്തിന്റെ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഇപ്പൊ മണിപ്പൂർ വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ആകപ്പാട് നമുക്കൊരു ഇതാക്കാം. നമ്മൾ സേഫായി ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഭംഗിയായിട്ട് അവരെ തീർക്കാൻ പറ്റുന്നത്. ഇവിടെ ആ ഒരു ചാൻസസ് ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ, അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോഴും ഈ അടി ഉണ്ടാക്കിയേ പറ്റൂ. ഒന്ന്, ചൈന ഈ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറുന്നു, ബലൂചിസ്ഥാൻ മണ്ണിൽ നിന്നുള്ള അവർ അവകാശവാദം ഉന്നയിക്കുന്നതുമൊക്കെ. ബലൂചിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് മുമ്പ് ചൈനയ്ക്ക് കൊടുത്തതാണ് പാകിസ്ഥാൻ ഖനനം ചെയ്യാൻ. അങ്ങനെ അവരുടെ ഖനനമൊക്കെ അവിടെ തുടങ്ങിയതാണ്, കോടിക്കണക്കിന് രൂപ മുടക്കി. എത്ര 23-24 എഞ്ചിനീയേഴ്സ് ചൈനക്കാരുടെ അവിടെ കൊല്ലപ്പെട്ടു, ബലൂചിസ്ഥാൻകാർ കൊന്നു. അപ്പോ ഈ ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് ചൈനയുടെ ഈ റെയർ മെറ്റൽസ് ഭീഷണിയെ വേറൊരു രീതിയിൽ ഒരു ചെക്ക് വെക്കാൻ പറ്റും. റെയർ മെറ്റൽസ് ഇപ്പോൾ ഉടനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ചെക്ക് വെക്കാൻ പറ്റും. ഈ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും പാകിസ്ഥാൻ ഒരു വ്യോമാക്രമണം വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ നടത്തുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ വീണ്ടും
വ്യോമാക്രമണം നടത്തിയല്ലോ. ഇനിയിപ്പം എന്തായിരിക്കും അഫ്ഗാനിസ്ഥാന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്? കാരണം അഫ്ഗാനിസ്ഥാൻ വലിയൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്, ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 100ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 58 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് താലിബാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും പാകിസ്ഥാന് ഇനി നേരിടേണ്ടി വരുന്നത്? അഫ്ഗാനിസ്ഥാന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവുമോ നമുക്ക്? തീർച്ചയായിട്ടും. കാരണം ഒരു അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും നിലവിൽ അഫ്ഗാനിസ്ഥാന് പാലിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. കാരണം ലോകരാജ്യങ്ങളൊന്നും അംഗീകരിച്ച ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. ആകെ ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് നമ്മുടെ റഷ്യ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യ എംബസി തുറക്കാൻ പോകുന്നു, ചൈനയും അവരുമായിട്ടൊരു ബാക്ക്ഡോർ ഡീൽസ് ഉണ്ട്. ബാക്ക്ഡോർ അല്ല, അവർക്കും അവിടെ എംബസിയും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ എംബസി ഉണ്ടായിരുന്നു, പ്രവർത്തനമില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉണ്ട്. അപ്പോ സ്വാഭാവികമായി തന്നെ അവർക്ക് പ്രത്യേകിച്ച് റൂൾസ് റെഗുലേഷൻസ് നോക്കണ്ട. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അഫ്ഗാൻ ജനതയുടെ ഇല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു പട്ടാളക്കാരുടെയൊക്കെ ഒരു വീര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് അടി തിരിച്ചടി എന്നുള്ളതാണ്. കാരണം താലിബാന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അഫ്ഗാനിസ്ഥാൻ പിടിക്കുക, ഭരിക്കുക എന്നുള്ളത്. അപ്പൊ അവർ സേഫായിട്ട് പോകുന്നത് വീണ്ടും അവരുടെ രാജ്യം കുട്ടിച്ചോറായി കഴിഞ്ഞാൽ ഈ താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പ്രസക്തമല്ലാതായി മാറും, അവർ സ്റ്റേബിൾ അല്ലാതായി മാറും. അങ്ങനെ അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇനി ഒരു മടങ്ങി വരവ് ഒരുപക്ഷെ ഉണ്ടായില്ലെന്ന് വരും താലിബാനെ സംബന്ധിച്ച്. അതുകൊണ്ട് അവർക്ക് അവിടെ നിന്നേ പറ്റൂ. അപ്പൊ അവര് എന്ത് തന്നെ ആയാലും ഇപ്പൊ തന്നെ അവർ പറയുന്ന ടാങ്കുകൾ പാക് അതിർത്തി കടന്നു എന്നാണ് ഇപ്പോഴത്തെ വരുന്ന വാർത്തകൾ. കാരണം ശക്തമായി തന്നെയുള്ള ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെ പോകും. കാരണം ഇത് നമ്മൾ കരുതിയത് ഈ സംഘർഷം ഒരു തൽക്കാലം ശമനം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി, അടിയും തിരിച്ചടിയും കഴിഞ്ഞപ്പോൾ നിർത്തുമെന്ന് നമ്മൾ കരുതി. പക്ഷെ നിർത്തുകയല്ല ചെയ്തത്, പകരം വലിയ രീതിയിൽ തന്നെ. അപ്പൊ ഇപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇതിൽ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ വലിയ പിന്തുണ അതിൽ കിട്ടുന്നുണ്ട്. അതിനൊരു മൂടുപടം ഇട്ടുകൊണ്ടാണ് സൗദിയുമായിട്ടുള്ള ഒരു കരാർ വെച്ചിരിക്കുന്നത്. ഇത് പക്ഷെ കുറച്ചുകൂടി രൂക്ഷമാക്കും. പഴയതുപോലെ ഉള്ളൊരു പോരാട്ടമായിരിക്കില്ല. കാരണം ഈ ഇന്ത്യ ഉൾപ്പെടെ ഇല്ല ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് അടക്കം ഒരുപക്ഷെ നേരിട്ട് ആയുധങ്ങളൊന്നും കൊടുത്തില്ല. നേരിട്ട് ആയുധം കൊടുക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഡ്രോണുകളൊക്കെ ചൈനീസ് ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അത് മുമ്പ് കേട്ടിരുന്നു, ഈ താലിബാൻകാര് ചില റൈഫിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇന്ത്യയുടെയാണ്, ഇന്ത്യൻ നിർമ്മിതമാണ് എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. പാകിസ്ഥാൻ ആണത് പറഞ്ഞത്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കുന്നുണ്ട്, അത് ഒരുപക്ഷെ സത്യമായിരിക്കാം. വലിയ രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഈ പൈസ വെച്ചിട്ട് ഇവർ പലയിടത്തുനിന്നും ഈ പറയുന്ന ആയുധങ്ങൾ ഇവർക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ തുർക്കിയെ കണക്കുള്ള രാജ്യങ്ങൾ മെയിനായിട്ട് അവരുടെ ഇൻകം എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ആയുധങ്ങൾ ലോകരാജ്യങ്ങളൊന്നും വാങ്ങിക്കൊണ്ട് പോകുന്നില്ല. അവർ ഈ ഹിസ്ബുള്ളയ്ക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഭീകരന്മാർക്ക് ഒക്കെയാണ് അവരുടെ ഈ ഡ്രോണ്, മൈന് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നത്. അതല്ലാതെ അവരൊരു ആയുധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്ന ഉത്തര കൊറിയൊക്കെ ഇത്തരത്തിൽ വലിയ മിടുക്കന്മാരാണ്. ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ചെറിയ ബോംബുകൾ അല്ലെ മൈനുകൾ, ഇല്ലെങ്കിൽ ഈ തോളത്ത് വെച്ചിട്ട് വിടാൻ പറ്റുന്ന റോക്കറ്റുകൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിദഗ്ധന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇവർക്ക് ആയുധം വാങ്ങണമെങ്കിൽ പണം വേണം. ആയുധം അവരിങ്ങനെ എങ്ങനെയല്ല ഇവിടെ എത്തിക്കും? കാരണം മയക്കുമരുന്നും സ്വർണവും കടത്താമെങ്കിലാണോ പിന്നെ ഇവർക്ക് ഈ വെപ്പൺസ് കടത്താനായിട്ട്? അല്ലാതെ നമ്മളെ രാജ്യത്ത് ഈ ആയുധ ഇടപാട് പബ്ലിക് ആയിട്ടുള്ള ആയുധ ഇടപാടല്ല, ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സാണ്, 2ാം നമ്പർ ബിസിനസ്സാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഉത്തര കൊറിയയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്ത്. പിന്നെ ആയുധങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ പോരാടാൻ ഊർജ്ജസ്വലരായിട്ടൊരു ജനതയുണ്ടെങ്കിൽ അവിടെ ആയുധങ്ങളോട് എത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, മുൻപ് അവർക്ക് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതാണ് അവരുടെ പോരാട്ടം നടന്നതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഈ രാജ്യങ്ങളുടെ ഒരു വലിയ ഹെൽപ്പ് അവർക്ക് കിട്ടും. ആ ഹെൽപ്പ് ചെറുതുമല്ല. എത്ര നാൾ പിടിച്ചു നിൽക്കും ഈ പാകിസ്ഥാൻ? കാരണം ഇത് ആത്യന്തികമായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണല്ലോ ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അമേരിക്കയൊക്കെ ബാക്കിൽ നിൽക്കുക. അവർക്ക് എന്നും അങ്ങനെയുള്ളൂ, ഈ തമ്മിൽ തെല്ലിക്കുക, അതിൽ നിന്ന് രക്തമൂറ്റി കുടിക്കുക എന്നൊരു സാധനം മാത്രമേ അവർക്കുള്ളൂ. അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതായാലും ആ രീതിയിലേക്കാണ് സംഘർഷം പോയിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, റഷ്യയും കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവർ പറഞ്ഞത് 2 രാജ്യങ്ങളും സമാധാനത്തിൽ പോകണം എന്നൊരു പ്രസ്താവന റഷ്യ നടത്തി. ചൈനയും സമാനമായ പ്രസ്താവന നടത്തി. നമ്മൾ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ പൊതുവേ തന്നെ സമാധാനപ്രിയരും യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇപ്പൊ ഏത് യുദ്ധം നടന്നത്, അതിപ്പോ ഗസയായാലും ഇനി മറ്റെവിടെങ്കിലും നടന്നാലും ഒക്കെ അതിനകത്ത് നമ്മൾ ദുഃഖം രേഖപ്പെടുത്തുകയും അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അംഗീകരിക്കുന്നത്. പക്ഷേ ഇതെന്തായാലും വരും ദിവസങ്ങളിൽ അത് വലിയ സംഘർഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ ഇത് കുറച്ചാളൊക്കെ അടിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും, ഇല്ല എങ്കിൽ ട്രംപ് വീണ്ടും അവതരിക്കും. യുദ്ധം ഞാൻ നിർത്താമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവതരിക്കുകയും ചില ഡീൽസുകൾ വെക്കാം. അതാണ് ഞാൻ സാധ്യത കാണുന്നത്. അതിനാണ് ചില ഡീലുകൾ അഫ്ഗാനിസ്ഥാനായിട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഈ യുദ്ധം നിർത്താനെന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ വന്നത്. അതാണ് അമേരിക്ക എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീല് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റും. പക്ഷെ അതിന് ഈ പുതിയ ലോകക്രമത്തിൽ സാധ്യതകൾ വളരെ കുറവാണ്. ചാൻസസ് ഉണ്ട്, പക്ഷെ ആ ഒരു ചാൻസ് കുറവാണ്.